ഹായ് ഫ്രണ്ട്സ്, റാണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മാർബിൾ കേക്കാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേക്കാണിത്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ മാവ് ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 സ്പൂൺ ഉപ്പ്, വാനില എസൻസ്, 2 മുട്ട, സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ വേണ്ടത് കൊക്കോ പൗഡർ. ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ മാവിനെ ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് മുട്ട ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ഒരു ജാറെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജാർ മിക്സിയിൽ ഉപയോഗിക്കുന്നത്. മിക്സിയിൽ 1 മിനിറ്റ് ഒന്ന് അടിച്ച ശേഷം ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു വിസ്ക് കൊണ്ട് അടിച്ചെടുക്കണം. ഒരു 5-10 മിനിറ്റ് മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നല്ല പതഞ്ഞ് വരണം. അതിനുശേഷം പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതും ബീറ്റ് ചെയ്തെടുക്കണം. നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. ഇതിന് പകരം ഒരു 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്താലും മതിയാകും. ഞാനിവിടെ ഓയിലാണ് ചേർത്തത്. ഇപ്പോൾ ഓയിൽ ഒഴിച്ച ശേഷം വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെയായിട്ട് മാവിനെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിക്കാം. വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മാവിട്ട് കഴിഞ്ഞിട്ട് ഫോൾഡ് ചെയ്യാൻ. കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡിയായി.
ഇനി ഇതിൽ നിന്ന് ഒരു പകുതി ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂൺ കൊക്കോ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൽ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഈ കൊക്കോ പൗഡർ ഷുഗർലെസ് ആണ്, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസിയുടെ 3 ബിസ്ക്കറ്റും കൂടെ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഇത് ബിസ്ക്കറ്റ് ഇടുന്നില്ലെങ്കിൽ 3 സ്പൂൺ കൊക്കോ പൗഡർ ഇടണം. ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർക്കുകയാണ്. അതുകൂടെ നന്നായി മിക്സ് ചെയ്യാം. കൊക്കോ പൗഡർ ഇടുമ്പോൾ ബാറ്റർ ഒന്ന് കട്ടിയായിട്ട് തോന്നും. അപ്പോൾ ഒരു വലിയ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാല് റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. രണ്ട് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. കേക്ക് പിന്നെ നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിലൊക്കെ തേച്ച് കേക്ക് പിന്നെ റെഡിയാക്കി ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കാണ്. അതിലേക്ക് സാദാ ബാറ്റർ 1 സ്പൂൺ, ചോക്ലേറ്റ് ബാറ്റർ 1 സ്പൂൺ, അങ്ങനെ മുകളിലായിട്ട് മാറി മാറി ഒഴിച്ചു കൊടുക്കണം. ഉണ്ടോ, ഇങ്ങനെ മാറി മാറി ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഇതുപോലത്തെ മാർബിൾ കേക്കൊന്നും നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. മുഴുവൻ മാവും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു ഈർക്കിലോ ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് ഇതിലിങ്ങനെ വരച്ചു കൊടുക്കാം. ഒരു ഡിസൈൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയാവും. കണ്ടോ, നല്ല ഭംഗിയായില്ലേ. നല്ല പൂ പോലെ ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയായി. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കണം, എയറൊക്കെ വെളിയിൽ പോകാനായിട്ട്. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കുക്കറിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 1 മണിക്കൂർ 1.25 മണിക്കൂർ ആകുമ്പോൾ നന്നായി വെന്ത് കിട്ടും. ആ കേക്ക് നല്ല പൊങ്ങിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.